നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സ്വല്പം വിമിഷ്ടമുള്ള അവസ്ഥയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുമെങ്കിൽ പോലും കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ, ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ, ജോലി സ്ഥലത്താണെങ്കിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ഇവകളെ കൊണ്ടൊക്കെ തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി, അനുഭവങ്ങൾ, സമാധാനം എന്നിവ ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് പലർക്കും കഴിവും അറിവും പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കുറയും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിലർ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനിടവരും. മറ്റു ചിലർ പഠിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും പഠിക്കാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ വിജയം കൈവരിക്കത്തക്ക വിധത്തിൽ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നതുമുണ്ട്. ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനയിൽ സ്വല്പം വിശ്രമം വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും പ്രാണായാമം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ചികിത്സാ പദ്ധതി ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും നേതൃത്വസ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടവരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സാംക്രമിക രോഗങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും ചില കാര്യങ്ങളിൽ ദുസ്സംശയങ്ങളാണെങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ഭക്ഷണം കഴിക്കായ്ക അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണ് ഇതിന് അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ഭക്ഷണ ക്രമീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ തീരുമാനിക്കുമെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യം എന്ന നിലയിൽ മാർച്ച് മാസത്തിലേക്ക് അതിൽ മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പലതും വന്നു ചേരുന്നത് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉണർവ് ഉണ്ടാകുന്ന വിധത്തിൽ പദ്ധതികൾ ഗവൺമെൻറ്റിൽ നിന്നും വന്നു ചേരുന്നത് വഴി ക്രിയാത്മകമായിട്ട് തൊഴിൽ മേഖല പ്രവർത്തിക്കാൻ തക്കവണ്ണം തീരുമാനിക്കുവാനിടവരും. 2027 പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധ്യത കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെടുവാനിടയുള്ളത് കൊണ്ട് യുക്തിപൂർവ്വം പിന്മാറുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 5 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മത്സരങ്ങൾക്ക് ഇത് ഈ ഒരു പ്രവർത്തന ശൈലി ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സൗമ്യ സമീപനത്താൽ സർവകാര്യ വിജയം നേടുവാനിടവരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ജോലി ഇന്ന് രാജിവെച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും നിലവിലുള്ള ജോലി രാജിവെച്ചാൽ
തത്തുല്യമായിട്ടുള്ള മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് തൽക്കാലത്തേക്ക് രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അസൂയാലുക്കളുടെ ഉപദ്രവത്താൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നേടുവാനിട വരും. പലപ്പോഴും ഗൃഹത്തിൽ വിമ്മിഷ്ടങ്ങളുണ്ടാവുക, ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റോ ചിലർക്ക് പഠനത്തിനുള്ള വൈകല്യം, ഇങ്ങനെ പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രപ്രകാരം ചെറിയ രീതിയിൽ പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുന്നത് വഴി ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഇങ്ങനെയൊക്കെ പ്രയത്നിച്ചാലും പ്രവർത്തിച്ചാലും ജീവിതത്തിന് വളരെ ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടവരും. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥാനക്കയറ്റം തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇനിയും 1.5 വർഷത്തേക്ക് ഉദ്ദേശിച്ച പോലെ സ്ഥാനക്കയറ്റം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരാം. ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലൊക്കെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാകുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിനൊക്കെ ചേരുവാനിട വരും. മേലധികാരികളുടെ നിബന്ധനപ്രകാരം ചെയ്തു തീർക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ഗൃഹപ്രവേശന കർമ്മത്തിൽ പങ്കെടുക്കുവാനും ആചാര്യസ്ഥാനം വഹിക്കുവാനും ഇടയുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിട വരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. സ്വന്തം കാര്യങ്ങൾ ഉപേക്ഷിച്ച് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി മനസ്സമാധാനം കുറയും. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ദുഷ്കീർത്തികൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരം കേടുപാടുകൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് വ്യവസായം വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ പോലും സാധ്യത കാണുന്നു. പൊതുവെ ഒരു ഗുണദോഷം മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ഈ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ കാണുന്നത്. എന്നാൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും അഹോരാത്രം പ്രവർത്തിച്ചും കൊണ്ടും ശാസ്ത്രീയവശവും പ്രായോഗികവശം ചിന്തിച്ച് പ്രവർത്തിച്ചും കൊണ്ടും കൂടുതൽ ചുമതലകളെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും എന്നാൽ ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് അബദ്ധങ്ങളെ അതിജീവിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലതാണെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാപാര മേഖലയിൽ പണം മുതൽ മുടക്കുന്നതിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിക്കുകയും ചിലർക്ക് മറ്റ് നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള മറ്റ് സ്ഥാപനത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ വേറെ ചിലർക്ക് 3 മാസത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹായസ്ഥാനത്തുള്ളവർ വിപരീതമായി തീരുന്നത് വഴി മനസ്സമാധാനം കുറയും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും.
2026 ഓഗസ്റ്റ് മുതൽ 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനോ പുതിയ ഭരണ പരിഷ്കാരത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുവാനോ വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുവാനോ സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. എന്നാൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. അനുവർത്തിച്ചു വരുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള പല സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പലപ്പോഴും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നതുമുള്ളൂ. പല വിധത്തിലുള്ള വ്യാമോഹങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അതിലൊരു കൃത്യതയൊന്നും അല്ലെങ്കിൽ അതിന് നേട്ടമൊന്നും ഇല്ലാത്തതിനാൽ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അമ്മയ്ക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ആശുപത്രിവാസം വേണ്ടിവരും. പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി സ്വയമേവ പല കാര്യങ്ങളിലും ധ്രുവീകരണം ഉണ്ടാവുകയും ചില കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുവാൻ തീരുമാനിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ തീരുമാനിക്കും. ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. വാസ്തവവിരുദ്ധമായുള്ള പല തോന്നലുകളും വന്നു ചേരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിധിവരെ അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. വിദേശത്ത് നിന്ന് താമസിക്കുന്ന പലർക്കും അവധി ലഭിക്കാത്തതിനാൽ മാർച്ച് മാസത്തിലാണെങ്കിലും മെയ് മാസത്തിലാണെങ്കിലും ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള തടസ്സങ്ങൾ തുടരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. 2027 ആദ്യം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാനിടവരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങളുണ്ടാകുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയില്ല എന്ന ധാരണയോടുകൂടി തന്നെ മേലധികാരികളെയോ ഉടമസ്ഥരെയോ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ അസൗകര്യം നോക്കാതെ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നതും സ്വന്തം നിലയിൽ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടയുണ്ട്. പൊതുവെ കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ അനുവർത്തിക്കാൻ അവസരമുണ്ടാകും. എന്നാൽ 6-7 മാസമായിട്ട് ജോലിപരമായിട്ട് സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്ത പലർക്കും ഫെബ്രുവരി മാസത്തിൽ അത് അനുകൂലമായി തീരുവാൻ രേഖാപരമായിട്ട് വന്നു ചേരുവാനിടയുണ്ട്. പക്ഷെ പ്രാബല്യത്തിൽ വന്നു ചേരുക എന്നതൊക്കെ തന്നെ 3 മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാനും സാധ്യതയുള്ളൂ. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർ ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാൽ ഈശ്വര ആരാധനകളെ കൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.